ബീഹാറിൽ CJP പ്രക്ഷോഭത്തെ പിന്തുണച്ച മാർച്ച് നടത്തിയവരും പോലീസും തമ്മിൽ വൻ സംഘർഷം. യുവാക്കൾ നിരവധി വാഹനങ്ങൾ തല്ലിത്തകർത്തു. പോലീസ് വെടിയുതിർത്തതായി റിപ്പോർട്ടുകളുണ്ട്. പോലീസിന്റെ ലാത്തി ചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി ഗൗതം ആമർകുഞ്ചമാണ് ചേരുന്നത്. ഗൗതം, ഇപ്പോൾ ബീഹാറിലും പോലീസ് ഡൽഹി പോലീസിനെ പോലെ തന്നെ വിദ്യാർത്ഥികളോട് പെരുമാറി അല്ലേ? ശ്യാമിലി, തീർച്ചയായും. പക്ഷേ ഇവിടെ ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ സമീപനം ഉണ്ടായതായിട്ടുള്ളതാണ് പോലീസും ആരോപിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇത്തവണത്തെ പ്രതിഷേധം, അതായത് തുടർച്ചയായി രാജി ആവശ്യപ്പെട്ടിട്ടും ചർച്ചകളിലൂടെ ആ ആവശ്യം നടക്കാതെ വന്നതോടുകൂടിയാണ് വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്നിട്ടുള്ള സംഘങ്ങളായി ബീഹാറിലെ പട്നയിലും ഔറംഗാബാദിലും ഉൾപ്പെടെ പ്രതിഷേധത്തിന് ഇന്ന് നേതൃത്വം നൽകിയത്. ആ പ്രതിഷേധം ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അക്രമാസക്തമായി മാറുന്നൊരു സാഹചര്യം നിലനിന്നിരുന്നു. ഈ പ്രതിഷേധക്കാർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി അക്രമോത്സുകതയോടുകൂടിയാണ് ബീഹാറിൽ പെരുമാറിയത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വിഭിന്നമായി വാഹനങ്ങൾ ആക്രമിക്കുന്ന തലത്തിലേക്ക്, പൊതുമുതൽ നശിപ്പിക്കുന്ന തരത്തിലേക്കും പോലീസിന് നേരെ കല്ലേറ് നടത്തുന്ന തരത്തിലേക്കുമൊക്കെ പ്രതിഷേധക്കാർ മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം പോലീസാണ് പ്രകോപനം ഉണ്ടാക്കിയതെന്നും സമാധാനപരമായ സമരത്തിന് നേരെ പോലീസ് അതിക്രമം നടത്തുകയായിരുന്നു എന്നും പ്രതിഷേധക്കാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നിരവധി വാഹനങ്ങൾ, സർക്കാർ വാഹനങ്ങൾ ഉൾപ്പെടെ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിനിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് ഈ പ്രവർത്തകർക്ക് നേരെ ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്നതിൻ്റെയും അതോടൊപ്പം തന്നെ ലാത്തി ചാർജ് നടത്തുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. ബീഹാറിൽ കുറച്ചുകൂടി കലുഷിതമായ സാഹചര്യത്തിലേക്ക് സമരം നീങ്ങുന്നതാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഉടൻ ആവശ്യപ്പെട്ട് നടപ്പാക്കുക, അതായത് രാജി ഉടൻ ഉണ്ടാകണം, ഉടൻ തന്നെ മന്ത്രി രാജിവെക്കണം. അതോടൊപ്പം തന്നെ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ആയിരിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകണം. ഒപ്പം ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അതിൽ മനംനൊന്ത് ജീവനൊടുക്കിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകണം. ഈ പരിഷ്കരണങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. അത് രാജ്യവ്യാപക മുദ്രാവാക്യമായി തുടർന്നും പ്രതിഷേധം കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വലിയ തരത്തിലേക്കുള്ള അക്രമ സംഭവങ്ങളും ബീഹാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്യാമിലി.